ഇന്നലെ മറ്റേ AIF SFIക്കാർ സംഘർഷം ഉണ്ടായി. സ്റ്റേഷനിലുമാര് ഒരു പരാതി കൊടുക്കാൻ വന്നു. അപ്പൊ അവിടെ പാർട്ടിക്കാർ സംഘടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമായി. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നതാണ്. ഇവന്മാരൊന്ന് എന്റെ ഫോൺ വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞ് പിടിച്ചു മേടിച്ചു. അപ്പോൾ തന്നെ പോലീസ് ആക്രമിച്ചത് കിളിമാനൂർ CPM കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗം RK ബൈജു, പിന്നെ പഴകുന്ന ലോക്കൽ സെക്രട്ടറി ഫത്തകുതി, പിന്നെ കണ്ടാൽ അറിയുന്ന 2 പ്രവർത്തകർ. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ടാണ് സംഭവം? അതെ, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ. ഓക്കെ. ഇപ്പൊ നിങ്ങള് ഏത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്ത്? ഇന്നലെ രാത്രി വാജപ്പള്ളിയിലേക്ക് റെഫർ ചെയ്തായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് 24ന്റെ ക്യാമറമാൻ മണിക്കുട്ടൻ നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 CPM നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കേസുണ്ടായിരിക്കുന്നത്. CPI കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗം KR ബൈജു 1ാം പ്രതിയും, അതോടൊപ്പം പഴയ കുന്നുമേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫത്തഹുദ്ദീൻ 2ാം പ്രതിയുമാണ്. സമീപത്തെ സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ASF SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം, തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ സംഘർഷം പിന്നീട് പഴയ കുന്നുമേൽ ബസ് സ്റ്റാൻഡിൽ എത്തുകയും ഇവിടെ വെച്ച് ഈ സംഘർഷം ആവർത്തിക്കുകയും ചെയ്തു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24ന്റെ പ്രാദേശിക ലേഖകരായിട്ടുള്ള മണിക്കുട്ടന് നേരെയാണ് CPMന്റെ പ്രവർത്തകർ ആക്രമണം അയച്ചുവിട്ടത്. വലിയ രീതിയിൽ ആക്രമിക്കുകയും മുഖത്തടിക്കുകയും അതോടൊപ്പം അടിവയറ്റിൽ തൊഴിക്കുകയുമായിരുന്നു. ഈ വിഷയത്തിൽ കിളിമാനൂർ പോലീസിലാണ് ഇപ്പോൾ പരാതി ഉള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷം, അതായത് ഈ SFI ASF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ ഈ CPM പ്രവർത്തകർ വലിയ രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് മണിക്കുട്ടന് നേരെ ആഞ്ഞെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിക്കുകയും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ എതിർക്കുകയും ചെയ്തു. നേരത്തെയും ഇത്തരത്തിൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ സംഘർഷം ഉണ്ടായിട്ടെങ്കിലും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന സംഘർഷം ഇത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഈ കേസിൽ കിളിമാനൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ക്രൂരമായി മർദ്ദനമേറ്റ 24ന്റെ പ്രാദേശിക റിപ്പോർട്ടർ മണിക്കുട്ടൻ ഇപ്പോൾ ചികിത്സയിലാണ്.